ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി. നമ്മൾ ജന സർവീസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജന സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, വാട്ടർ സർവീസ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചതാണ്. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ലൈനർ കിടക്കണം. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറൊക്കെ ആയാലും പുതിയ ടയർ കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ ഗിയർ ഓയിലൊക്കെ നമ്മൾ നോക്കി നിലവിൽ നല്ല ഓയിൽ കിടക്കണം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്ലച്ച് സൈഡായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്നാലും പറയത്ത കംപ്ലയിൻസ് ഒന്നുമില്ല. അതിനകത്ത് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കമ്പനി ബെൽറ്റാണ്, പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോക്കി, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. നമുക്ക് ജന സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഐസൊലേറ്റർ കേബിൾ, ചോക്ക് കേബിളൊക്കെ പുതിയതാണ് നിലവിൽ കിടക്കണം കേട്ടോ. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസൊന്നും നമുക്ക് നിലവിൽ ഇപ്പോൾ കാണുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടികളും കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ്. അതായത് പെട്രോൾ, ഇപ്പോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാം. അപ്പോൾ ആ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ കാർബറേറ്ററിൻ്റെ ഭാഗം ദ്രവിച്ച് പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഓവർഫ്ലോ കംപ്ലയിൻ്റാണ് മെയിനായിട്ട് അതിൻ്റെ വില്ലനായിട്ട് വരാം. അപ്പോൾ ആ ഒരു പ്രോബ്ലം നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല നമുക്ക്. കാരണം എന്താ വെച്ചാൽ എന്തായാലും വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരും. പക്ഷേ ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം ടച്ച് ചെയ്യാനേ പോകരുത്. കാരണം മിസ്സിങ്ങോ ഓവർഫ്ലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻ്റ് അല്ലാതെ കൊണ്ട് വേറൊരു ആവശ്യത്തിന് വെറുതെ അഴിച്ച് ക്ലീൻ ചെയ്യാനൊന്നും കാർബറേറ്ററിൻ്റെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യരുത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അങ്ങനെയാണ്. കാരണം ചിലപ്പോൾ അഴിച്ചാൽ ഒരു പക്ഷേ നമുക്ക് സാധനം ഈ പറഞ്ഞ രീതിയുടെ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വന്നാൽ കുറേ കൂടി ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ നേരത്തെ മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ വരും. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഈ ദിവസങ്ങളിലും മാറ്റിയാണ് കാർബറേറ്ററുകളാണ് ഇരിക്കുന്നത് കേട്ടോ. അത്രയും പ്രോബ്ലമാണ് ഇപ്പോഴത്തെ പെട്രോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്ക് അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. വേറെ നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ പുതിയ ടയറാണ് ഫ്രണ്ടിൽ കിടക്കണത്. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്തു. ഓയിൽ നല്ല ഓയിലാണ്, പുതിയ ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. മാറ്റേണ്ട ടൈമൊന്നും ആയിട്ടില്ല. ഓക്കെ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇരിക്കുന്ന പുത്തൻ ബാറ്ററിയാണ്, 2025 ബാറ്ററിയാണ്. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.97 വരെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഏകദേശം വണ്ടിയുടെ സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽ ഇതാണ്. നമുക്കങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഓടിക്കുമെന്ന് തോന്നണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. എഞ്ചിൻ ഓയിലാണെങ്കിൽ മാറ്റാറായിട്ടില്ല. അപ്പോൾ ജനറലായിട്ട് സർവീസ്, വാട്ടർ സർവീസ് ചെയ്ത് വണ്ടി ഇറക്കാം. പിന്നെ ഇത് ഈ ഫുട് റെസ്റ്റൊക്കെ ഓൾറെഡി ബെൻഡാണ് കേട്ടോ. ഈ സൈഡ് എനിക്ക് തോന്നുന്നത് ഇടിയെന്തോ കിട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. വണ്ടി ഓടുന്ന സമയത്ത് ഒരു ജെർക്കിംഗ് ഒക്കെ ഫീൽ ചെയ്യണത് അതിൻ്റെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.